ആകാശവാണി. റേഡിയോ ഗ്രാമരംഗം. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം. വൃശ്ചികം പുലരുന്നു. കേരളത്തിന്റെ മഞ്ഞുകാലം സമാരംഭിക്കുന്നു. തണുപ്പിന്റെ നേർത്ത അലകൾ കുറേശ്ശെ വന്നു തുടങ്ങിയിരുന്നു നേരത്തെ തന്നെ. നമുക്കങ്ങനെ മരങ്ങളിലും നിലത്തും മഞ്ഞു കട്ടപിടിക്കുന്ന ശീതകാലമില്ല. നേർത്ത തണുപ്പിൽ തുടങ്ങി ഒരു കമ്പിളിയാൽ പുതയ്ക്കേണ്ടി വരുന്നത്ര തണുപ്പേ ഉണ്ടാവൂ. ചില ദിവസങ്ങളിൽ ആകെ മൂടി നിൽക്കുന്ന മഞ്ഞുണ്ടാവും. സൂര്യൻ ഉദിച്ചു വരും വരെ മാത്രം. രാത്രിയുടെ ഏത് യാമത്തിലാണാവോ തണുപ്പിന്റെ മാലാഖ വന്നിറങ്ങുന്നത്? പുതച്ചുമൂടി ഉറങ്ങാൻ നല്ല സുഖം എന്നേ പറയണ്ടു. വയസ്സായവരെയാണ് വൃശ്ചിക തണുപ്പ് കാര്യമായി പിടികൂടുന്നത്. പണ്ടൊക്കെ കണ്ടിരുന്നൊരു ദൃശ്യം, മുറ്റത്തോ തിണ്ണയിലോ ആകെ പുതച്ചുമൂടി കുത്തിയിരിക്കുന്ന വയസ്സായവരുടേതാണ്. ചിലർ മുറ്റത്ത് ചപ്പിലയും ചവറും കൂട്ടി തീയിടും. അതിനടുത്തിരുന്ന് തീ കായും. അതിന്റെ സുഖമൊന്നു വേറെയെന്ന് അനുഭവസ്ഥർ പറയും. വൃശ്ചികത്തിന്റെ പടി തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഗ്രാമപൂർണിമയിലേക്ക് പ്രവേശിക്കാം. ഇത് നമ്മുടെ ഇന്നത്തെ അതിഥി ആലപ്പുഴ SD കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വി നാരായണൻ നമ്പൂതിരിയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ആലപ്പുഴയിലെ കളർകോട് എന്ന ചെറിയ ഗ്രാമത്തിലാണ്. ആലം അധികം പുഴ. ആലത്തിന് ഭൂമി എന്ന അർത്ഥവുമുണ്ട്. അതായത് പുഴകളുടെ നാടായിരുന്നതുകൊണ്ടായിരിക്കാം ആലപ്പുഴ എന്ന പേര് വന്നത്. എന്റെ കുട്ടിക്കാലത്ത് ധാരാളം തോടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അന്നത്തെ തോടുകളുടെ സ്ഥാനമെല്ലാം റോഡുകൾ അപഹരിച്ചു കഴിഞ്ഞല്ലോ. ഗ്രാമങ്ങളെല്ലാം തന്നെ നഗരവൽക്കരണത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. മധ്യവേനൽ അവധിക്കാലം ആഹ്ലാദത്തിന്റെ കാലമാണ്. അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കുടുംബത്തിലെ ബന്ധുക്കളെല്ലാവരും അവരുടെ കുട്ടികളുമായി വന്നുചേരും. പിന്നെ ഒരു ഉത്സവ പ്രതീതിയാണ്. ഉച്ചയൂണിനാണെങ്കിൽ ഒരു സദ്യവട്ടത്തിനുള്ള വകുപ്പ് കാണും. ആ സുവർണ നിമിഷങ്ങൾ ഒന്നും തന്നെ മനസ്സിൽ നിന്നും ചോർന്നു പോയിട്ടില്ല. ആ കൂട്ടായ്മയിലൂടെ ആർജിക്കുന്നത് വലിയ സന്ദേശങ്ങളാണ് എന്ന വസ്തുത എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വ്യക്തിത്വ വികസനത്തിന്റെ ബാലപാഠങ്ങൾ, പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ. അന്നത്തെ തലമുറയ്ക്ക് ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്കാകട്ടെ ഇത് രണ്ടും കുറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതി ഇന്നത്തെ ഈ അണുകുടുംബങ്ങൾക്ക് വഴിമാറിക്കൊടുത്തപ്പോൾ നമ്മൾക്ക് പലതും നഷ്ടമായില്ലേ? പണത്തിന് തന്നെയല്ല മൂല്യശോഷണം സംഭവിച്ചത്, നമ്മളുടെ സംസ്കാരത്തിനും മൂല്യച്യുതി സംഭവിച്ചില്ലേ? മലയാളിയുടെ സംസ്കാരത്തെയും ജീവിതശൈലിയെയും സാമൂഹ്യ ബന്ധങ്ങളെയും, എന്തിന് കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെ പോലും പ്രതികൂലമായി ബാധിച്ചില്ലേ? കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലും കുട്ടികളും അധ്യാപകരും തമ്മിലും, എന്തിന് അച്ഛനമ്മമാർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പോലും ഉലച്ചിൽ തട്ടിയില്ലേ? നമ്മൾക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഇന്നത്തെ കുട്ടികൾ ബാല്യം നഷ്ടപ്പെട്ടവരാണ്. ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ ചുമട് ചുമക്കുവാൻ വിധിക്കപ്പെട്ടവർ. പലരും മാതാപിതാക്കളുടെ സ്നേഹവും പരിലാളനയും എന്തെന്ന് അറിയാത്തവർ. പുത്തൻ തലമുറ മാനസികമായി ഒറ്റപ്പെടുന്ന അവസ്ഥ സമൂഹത്തിൽ ക്രമാതീതമായി മാനസിക രോഗികളെ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കിയിട്ടില്ലേ? വൃദ്ധസദനങ്ങൾ പെരുകുന്നു. വൃദ്ധരും ഒറ്റപ്പെട്ടും നിരാശയിലുമായി കഴിയേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നതും ശുഭോദർക്കമല്ല. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ മരുന്നുകളുടെ പിന്തുണയിലാണ്. നമ്മളുടെ ഭൌതിക ചുറ്റുപാടുകൾ
പാടെ ആശ്വാസകരമല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. സമൂഹത്തിൽ കൂടുതൽ അരക്ഷിതത്വവും അനിശ്ചിതത്വവും സംജാതമായിട്ടില്ലേ? ഇരുവശങ്ങളിലും തോടുകളും 3 കുളങ്ങളും 1 കിണറുമുള്ള ഫലവൃക്ഷങ്ങളാൽ സമൃദ്ധമായ വിശാലമായ പുരയിടത്തിന്റെ നടുവിലുള്ള ഒരു നാലുകെട്ട്, തടികൊണ്ട് നിർമ്മിച്ച വലിയ ഒരു കപ്പിയിലൂടെ കയറിട്ട് അടുക്കളയിൽ നിന്നും നേരിട്ട് വെള്ളം കോരിയെടുക്കത്തക്ക വിധത്തിലാണ് കിണർ. നാലുകെട്ടിന്റെ സമീപത്ത് വടക്കുവശത്തായി ഉരൽപ്പുര ഉണ്ടായിരുന്നത് ഓർക്കുന്നു. അതിലാണ് ഉരൽ, തിരികല്ല് മുതലായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നത്. മിക്ക വീട്ടുകാർക്കും സ്വന്തമായി കൃഷിസ്ഥലം ഉണ്ടാകും. അന്നൊക്കെ ഒരു വർഷം ഒരു കൃഷി, അതായത് ഒരുപ്പൂ കൃഷി എന്നാണ് പറയുന്നത്. വിളവെടുപ്പിന് ശേഷം ഒരു വർഷത്തേക്ക് ആവശ്യമായ ഉപഭോഗത്തിനും കൂടാതെ പിന്നീടുള്ള കൃഷിക്ക് വേണ്ടിവരുന്ന വിത്തിനുമായി നെല്ല് അതിന് പ്രത്യേകമായി പൂർണ്ണമായും തടികൊണ്ട് നിർമ്മിച്ച അറയിൽ ശേഖരിച്ചു വയ്ക്കും. ആ അറയുടെ അടിയിൽ ഒരു നിലവറയും ഉണ്ടാകും. അവിടെയാണ് ചെമ്പ്, ഓട്, പിച്ചള തുടങ്ങിയവ കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളുടെയും വിളക്കുകളുടെയും വലിയ മൺഭരണികളുടെയും മറ്റും ശേഖരം. നെല്ലറയില്ലാത്ത വീടുകളിൽ ഇതിനായി പത്തായം ഉണ്ടാകും. അന്നൊക്കെ മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതും അച്ചാറുകൾ, പുളി മുതലായവ സൂക്ഷിക്കുന്നതും എല്ലാം മൺഭരണികളിലായിരുന്നു. അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കുന്ന പ്രക്രിയയെല്ലാം അവരവരുടെ വീടുകളിൽ തന്നെ ചെയ്യുകയാണ് പതിവ്. അതിനാണ് ഉരൽ ഉപയോഗിക്കുക. 2 പേർ ഇരുവശവും നിന്ന് ഒരേ സമയം ഉലക്ക ഉപയോഗിച്ച് വളരെ താളാത്മകമായി നെല്ല് കുത്തുന്നത് ഞാൻ കൗതുകപൂർവ്വം നോക്കി നിൽക്കാറുണ്ട്. പിന്നീട് മുറം ഉപയോഗിച്ച് പാറ്റിക്കൊഴിച്ച് നല്ല അരിയാക്കി മാറ്റും. തിരികല്ല് ഉപയോഗിച്ചാണ് ഗോതമ്പ്, ഉഴുന്ന് മുതലായ ധാന്യങ്ങളുടെ സംസ്കരണം നടത്തുക. അന്നൊക്കെ മിക്ക കുടുംബങ്ങളും ഇക്കാര്യങ്ങളിലൊക്കെ സ്വയം പര്യാപ്തത നേടിയിരുന്നു. പച്ചക്കറികളുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഒന്നും കടകളിൽ പോയി വാങ്ങേണ്ടതില്ല. കടകളും കുറവായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാ വീടുകളിലും പൂജാമുറിയും ഉണ്ടാകും. സന്ധ്യയ്ക്ക് കീർത്തനാലാപനങ്ങളും നാമജപവും മുടങ്ങാറില്ല. മിക്ക വീടുകൾ ഓലമേഞ്ഞാണ് സംരക്ഷിച്ചിരുന്നത്. തറയാണെങ്കിൽ ചാണകം മെഴുകിയും. ഞാൻ പഠിച്ചിരുന്ന സ്കൂളും ഓലമേഞ്ഞതായിരുന്നു. ബാല്യകാലത്തെ സ്കൂൾ ജീവിതം വളരെ സൌഹാർദ്ദപരവും സ്വാതന്ത്ര്യപൂർണവുമായിരുന്നു. അവധി ദിനങ്ങൾ അയൽപക്കത്തെ കുട്ടികളുമായി ചേർന്ന് വൈവിധ്യമാർന്ന കളികളോടെ ചിലവഴിക്കുമായിരുന്നു. തികച്ചും പ്രകൃതി സൌഹൃദ കളിപ്പാട്ടങ്ങളാണ് ഞങ്ങൾ അന്ന് കളിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. ഓലക്കാലും വെള്ളക്കായും ഈർക്കിലിയും ചിരട്ടയും പ്ലാവിലയും ഒക്കെയാണ് അവയ്ക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ. ഇവ കൊണ്ട് ഉണ്ടാക്കാവുന്ന കളിപ്പാട്ടങ്ങൾ ഒട്ടനവധിയാണ്. ഊത്ത് അഥവാ ഓലപ്പീപ്പി, ഓലപ്പാമ്പ്, രഥം, തൊപ്പി, വണ്ടി, റോക്കറ്റ്, ഓലപ്പന്ത്, പാവ, വാച്ച് എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പിന്നെ അന്നൊക്കെ പേന, ചെരുപ്പ് ഒക്കെ ആഡംബര വസ്തുക്കളായിരുന്നു. ഞാൻ എന്റെ കുട്ടിക്കാലത്തൊന്നും ചെരുപ്പ് ഉപയോഗിച്ചിട്ടേയില്ല. വേണമെങ്കിൽ തന്നെ ചെരുപ്പ് കുത്തിയെ കണ്ട് കാലിന്റെ അളവെടുപ്പിച്ച് കുറച്ചു ദിവസം കാത്തിരിക്കേണ്ടി വരും കയ്യിൽ കിട്ടുവാൻ. ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്നത് സ്റ്റീൽ പേനയായിരുന്നു. പേനയുടെ രൂപത്തിൽ ചെത്തി ഉണ്ടാക്കിയ മരത്തടി കൊണ്ടുള്ള ചെറിയ കോലിന്റെ തുമ്പിൽ ലോഹത്തിന്റെ മുന അഥവാ നിബ് കയറ്റിവെച്ച് മഷിയിൽ മുക്കി എഴുതുന്ന പേന. മഷിക്കുപ്പിക്കും ഉണ്ടായിരുന്നു പ്രത്യേകതകൾ. അതിന്റെ വക്ക് ഉള്ളിലേക്ക് വളഞ്ഞ രൂപത്തിലായിരുന്നു. മറിഞ്ഞുപോയാലും മഷി പുറത്തേക്ക് വരില്ല. ഞങ്ങളൊക്കെ അധ്യാപകരെയും മറ്റു മുതിർന്നവരെയും ഒക്കെ തന്നെ ഭയഭക്തി ബഹുമാനത്തോടെ മാത്രമേ കാണാറുള്ളൂ. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കാതെ ചെന്നാൽ ചൂരലിനെ നേരിടേണ്ടി വരുമായിരുന്നു. യാത്രാസൌകര്യങ്ങൾ തുലവും കുറവായിരുന്ന കാലമായിരുന്നു. മിക്ക കാര്യങ്ങൾക്കും നടപ്പു തന്നെ ശരണം. ബസ് സർവീസുകളാണെങ്കിൽ വളരെ കുറവായിരുന്നു. മിക്ക ആളുകൾക്കും തോട്ടിലൂടെ നീന്തിയും ഒറ്റയടിപ്പാതയിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചും വേണമായിരുന്നു ബസ് സ്റ്റോപ്പിൽ എത്തേണ്ടത്. എത്തിയാൽ തന്നെയോ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടിയും വരും. അന്ന് മറ്റുള്ളവരുടെ പുരയിടങ്ങളിലൂടെയും യഥേഷ്ടം സഞ്ചരിക്കാമായിരുന്നു. ഇന്നോ പുരയിടത്തിനു ചുറ്റും മാത്രമല്ല, മനസ്സുകൾക്കും ബന്ധങ്ങൾക്കും വരെ മതിലുകൾ തീർത്തിരിക്കുന്നു മനുഷ്യർ. വാർത്താവിനിമയ സൌകര്യങ്ങൾ തീരെ കുറവായിരുന്നു. ഇല്ലാൻഡ് ലെറ്റർ ആണ് മുഖ്യോപാധി. പിന്നെയുണ്ടായിരുന്നത് കമ്പിത്തപാലാണ്. അതിന്റെ പരിഷ്കൃത രൂപമായി കമ്പിയില്ലാ കമ്പി നിലവിൽ വന്നു. അടിയന്തര വിവരങ്ങൾ അറിയിക്കുന്നതിന് കമ്പിയില്ലാ കമ്പി ഒരു പ്രധാന മാർഗമായിരുന്നു. സന്ദേശം ലഭിക്കുന്ന ആളിന്റെ ഏറ്റവും അടുത്തുള്ള തപാൽ ഓഫീസിലേക്ക് കമ്പിയില്ലാ കമ്പിയായി അയക്കുന്ന സന്ദേശം ഒരു കടലാസിൽ അച്ചടിച്ച് അത് ലഭിക്കേണ്ട ആളിന്റെ വീട്ടിൽ എത്തിക്കുകയാണ് പതിവ്. അപകട വാർത്തകൾ അറിയിക്കുന്നതിനും മംഗളവാർത്തകൾ അറിയിക്കുന്നതിനും ചില അവസരങ്ങളിൽ ആശംസകൾ അറിയിക്കുന്നതിനും കമ്പിയില്ലാ കമ്പി ഉപയോഗിക്കാറുണ്ട്.
ഒരു വീട്ടിൽ കമ്പി വരുന്നത് വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മാൻ കമ്പി സന്ദേശങ്ങൾ ഏൽപ്പിക്കുന്നതിനായി വീടുകളിൽ ചെല്ലുമ്പോൾ ആകാംക്ഷയോടെ അയൽവാസികളും കൂടും. പലപ്പോഴും ചരമവാർത്തകൾ അടിയന്തിരമായി അറിയിക്കുന്നതിനാണ് ഈ സേവനം ഉപയോഗിച്ചിരുന്നത്. ടെലിഫോൺ എന്നത് വളരെ അപൂർവമായിരുന്നു. ആരെയെങ്കിലും അത്യാവശ്യമായി ബന്ധപ്പെടണമെങ്കിൽ തപാൽ ഓഫീസിൽ പോയി ട്രങ്ക് ബുക്ക് ചെയ്ത് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ഇതൊക്കെ പുതുതലമുറയ്ക്ക് വിശ്വസിക്കുവാൻ പ്രയാസമാകും. അന്ന് ഗ്രാമങ്ങളിലൊന്നും വൈദ്യുതി ലഭ്യമായിരുന്നില്ല. ഞങ്ങളൊക്കെ മണ്ണെണ്ണ വിളക്കിനെയോ റാന്തൽ വിളക്കിനെയോ കുപ്പിവിളക്കിനെയോ ആണ് വെളിച്ചത്തിനായി ആശ്രയിച്ചിരുന്നത്. കുപ്പിയുടെ അടപ്പിൽ ദ്വാരമുണ്ടാക്കി അതിലൂടെ തുണി ചരടുപോലെ പിരിച്ചു കയറ്റി കുപ്പിയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ കുപ്പിവിളക്കായി. പിന്നെ മൊട്ട വിളക്ക്, ചിമ്മിനി വിളക്ക് എന്നീ വിളക്കുകളും ഉണ്ടായിരുന്നു. കൂടാതെ നിലവിളക്കോ തൂക്കുവിളക്കോ ഒക്കെ പല വീടുകളിലും ഉണ്ടാകും. വിശേഷ അവസരങ്ങളിൽ കൂടുതൽ പ്രകാശത്തിനായി പെട്രോൾ മാക്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഉയർന്ന മർദ്ദത്തിലുള്ള മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തുന്ന റാന്തലിന്റെ ഒരു ബ്രാൻഡ് പേരാണ് ഇത്. മാൻഡിൽ എന്നതരം തിരിയാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അയൽപക്ക ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും സുദൃഢമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതൊരു വീട്ടിലും എന്ത് അടിയന്തര സാഹചര്യത്തിലും എല്ലാവരും ഒത്തുചേർന്ന് കാര്യങ്ങൾ നിർവഹിക്കും. വിവാഹത്തിനൊക്കെ പന്തലിടുന്നതും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതും പാചകം മുതൽ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തവും ഉണ്ടാകും. കുട്ടികളൊക്കെ പന്തൽ അലങ്കരിക്കുന്നതിനും മുതിർന്നവരെ മറ്റു ജോലികളിൽ സഹായിക്കുന്നതിനും മറ്റും രാത്രി മുഴുവനും കൂടുമായിരുന്നു. ഒരസുഖം വന്നാലോ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഒന്നും നമ്മൾ അറിയേണ്ടതേയില്ല. അന്ന് വാഹന സൗകര്യങ്ങൾ തുലോം കുറവായിരുന്നു. എങ്കിലും തോളിലെടുത്തുകൊണ്ട് ആസ്പത്രിയിൽ എത്തിക്കുന്നതിന് ആർക്കും ഒരു മടിയുമില്ലായിരുന്നു. എന്നെയും അതുപോലെ കൊണ്ടുപോയിട്ടുള്ളത് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. അതെല്ലാം സാമൂഹ്യ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന്റെ പ്രതിഫലനമാണ്. വളരെ പുരാതനവും പ്രശസ്തവുമായ കളർകോട് ശ്രീമഹാദേവ ക്ഷേത്രം എന്റെ ഗ്രാമത്തിന്റെ പേര് പുറം ലോകത്തെത്തിച്ചിരിക്കുന്നു. വയലിനിസ്റ്റ് ആയിരുന്ന കളർകോട് മഹാദേവൻ സംഗീത ലോകത്തിന് എന്നും പ്രിയങ്കരനായിരുന്നു. അതുപോലെ അഡ്വക്കേറ്റ് കളർകോട് നാരായണൻ നായരുടെ ഭക്തമീര, ഭാർഗവ വിജയം എന്നീ ആട്ടക്കഥകൾ ആസ്വാദക ലോകത്തിന് മറക്കുവാനാകില്ല. കൈതവനപ്പള്ളിയും ഗണപതി അമ്പലവും ഒക്കെ പ്രശസ്തി നേടിയിട്ടുണ്ട്. എന്റെ ഗ്രാമത്തിന്റെ കിഴക്കേ അതിർത്തിയായ വേമ്പനാട് കായലിന്റെ ഭാഗമായ പള്ളാത്തുരുത്തിയാറിലാണ് എന്റെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന എല്ലാ തോടുകളും ചെന്നു ചേരുന്നത്. ജലഗതാഗതത്തിനു പ്രാധാന്യമുണ്ടായിരുന്ന അക്കാലത്ത് ഞങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളും കൂടി കെട്ടുവള്ളത്തിൽ ഹരിപ്പാട്ടേക്കും മറ്റും യാത്ര ചെയ്തിട്ടുണ്ട്. വള്ളത്തിൽ വെച്ച് തന്നെ ആഹാരം പാചകം ചെയ്തു കഴിച്ചും കഥകൾ പറഞ്ഞും കിടന്നുറങ്ങിയും മറ്റും തോടുകളിലൂടെയും കായലിലൂടെയും ഒക്കെയുള്ള യാത്രകൾ മറക്കുവാനാകുന്നില്ല. കായലിൽ വളരെ ആഴമുള്ള സ്ഥലങ്ങളിൽ പായ വലിച്ചുകെട്ടി കാറ്റിനനുസരിച്ച് പങ്കായം കൊണ്ട് നിയന്ത്രിച്ചു വേണമായിരുന്നു പോകേണ്ടത്. കഴുക്കുത്തില്ലാത്ത ഭാഗം എന്നാണ് പറയാറുള്ളത്. അതായത് വള്ളം ഊന്നുന്നതിന് ഉപയോഗിക്കുന്ന കഴുക്കോൽ, നീളം കൂടിയ മുള, കായലിന്റെ അടിയിൽ മുട്ടാത്തത്ര ആഴമുള്ള സ്ഥലം. അന്ന് ദിനപത്രങ്ങൾ വരുത്തുന്നവർ വളരെ വിരളമാണ്. 1936 പിറവിയെടുത്ത അടുത്തുള്ള കളർകോട് മഹാകവി കുമാരവൈജയന്തി വായനശാല ഇന്നും ഒരു നാടിന്റെ വെളിച്ചമായി തുടരുന്നു. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിയ വരികൾ കൊണ്ട് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുകയും അവരെ പോരാട്ടസജ്ജരാക്കുകയും ചെയ്ത മഹാകവി കുമാരനാശാന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച വായനശാല കൈതവന ജംഗ്ഷനിലെ ഇടുങ്ങിയ ഒരു മുറിയിലായിരുന്നു പ്രവർത്തനം തുടങ്ങിയത്. ഇടവേളകളിൽ ദിനപത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെയായി സല്ലപിക്കുക അവിടെ ഇരുന്നായിരുന്നു. ഓണവും തിരുവാതിരയും എല്ലാം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. അത്തം മുതൽ 10 ദിവസവും പൂക്കളമിടാനുള്ള മത്സരം തന്നെയാണ്. തിരുവാതിരകളിയും കടുവാകളിയും കുട്ടിയും കോലും കളിയും തുമ്പിതുള്ളലും കബഡി കളിയും മറ്റും പ്രധാന ഇനങ്ങളിൽ പെടുന്നു. അക്കാലത്ത് റേഡിയോ ഒരത്ഭുത വസ്തുവായിരുന്നു. വലിയ നഗരങ്ങളിലെ പാർക്കുകളിൽ ഞാൻ റേഡിയോ ക്യോസ്കുകൾ കണ്ടിട്ടുണ്ട്. റേഡിയോയ്ക്കും സൈക്കിളിനുമൊക്കെ ലൈസൻസ് നിർബന്ധമായിരുന്നു. റേഡിയോയും സൈക്കിളും ഒക്കെ ഉള്ള വീടുകളും വളരെ വിരളമായിരുന്നു. അന്ന് അതൊക്കെ ആർഭാട വസ്തുക്കളായിരുന്നു. അന്ന് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സനാതനപുരം തപാൽ ഓഫീസിൽ പോയി റേഡിയോ ലിസണേഴ്സ് ലൈസൻസ് പുതുക്കാറുള്ളത് ഞാനായിരുന്നു. അന്നത്തെ ജനപ്രിയ പരിപാടികളായ സിനിമാ ശബ്ദരേഖ, റേഡിയോ നാടകങ്ങൾ ഒക്കെ ശ്രവിക്കുന്നതിന് അയൽപക്കക്കാരുടെ ഒരു വലിയ സദസ്സു തന്നെ കാണും. നാടകവാരം, വയലും വീടും, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ, എഴുത്തുപെട്ടി, സുഭാഷിതങ്ങൾ ഇവയെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു.
ഞായറാഴ്ച മധ്യാഹ്നങ്ങളിൽ ബാലലോകത്തിലൂടെ റേഡിയോ അമ്മാവൻ വരുന്നതും കാതോർത്തിരിക്കുമായിരുന്നു. റേഡിയോ അമ്മാവൻ എന്ന പേരിൽ പ്രശസ്തനായ പി ഗംഗാധരൻ നായർ സാർ, കെ ജി ദേവകിയമ്മ ചേച്ചി, രാമൻകുട്ടി നായർ സാർ, ടി പി രാധാമണി ചേച്ചി, വാർത്താ തരംഗിണിയിലൂടെ ജനമനസ്സുകളെ കീഴടക്കിയ മാസ്മര ശബ്ദത്തിന്റെ ഉടമയായ രാമചന്ദ്രൻ സാർ, ഇവരെല്ലാം പഴയ തലമുറക്കാരുടെ ഇഷ്ടദൈവങ്ങൾ തന്നെ. കൂടാതെ യുവവാണി, രശ്മി, ഉദയഗീതം, എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീത പാഠങ്ങൾ, ഇവയെല്ലാം അന്നത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ അർത്ഥസമ്പുഷ്ടവും വിജ്ഞാനദായകവും സന്തോഷകരവും ഒക്കെയാക്കി. രാവിലെ വന്ദേമാതരത്തോടുകൂടി തുടങ്ങുന്ന പരിപാടികൾ വൈവിധ്യത്താൽ സമ്പുഷ്ടമായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ഏതു സമയവും പ്രാപ്യമായ റേഡിയോ എന്ന മാധ്യമത്തിന്റെ അന്നത്തെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഇന്നും ജനങ്ങൾ ഏറ്റവുമധികം സ്നേഹിക്കുന്ന ഒരു മാധ്യമം റേഡിയോ തന്നെ. ഗ്രാമപൂർണിമയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ആലപ്പുഴ SD കോളേജിലെ മുൻ പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വി നാരായണൻ നമ്പൂതിരി. ഇന്നത്തെ റേഡിയോ ഗ്രാമരംഗം പൂർണ്ണമാകുന്നു. നന്മയും ഓർമ്മയും ജീവിതവും കൈകോർത്ത് അടുത്ത ആഴ്ചയും നമ്മുടെ മുന്നിലെത്തും. അതുവരെ ആശംസകളോടെ നമസ്കാരം. ഇടവഴി റേഡിയോ ഗ്രാമരംഗം. രചന ശ്രീകുമാർ മുഖത്തല. ആഖ്യാനം ഷീലാരാജ്. ശബ്ദ സാന്നിധ്യം എസ് മീരാറാണി, ഉണ്ണികൃഷ്ണൻ പറക്കോട്, ജി ശ്രീറാം, ബിജു കല്ലുവാതുകൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം എം നിസാമുദ്ദീൻ. റേഡിയോ ഗ്രാമരംഗം.